അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന പ്രായൽ മീൻ. ഞങ്ങളുടെ നാട്ടിൽ പ്രായൽ എന്നാ പറയുക, ഇനി വേറെ നാട്ടിൽ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചൊക്കെയാണ്. ക്ലീൻ ചെയ്തിട്ട് എപ്പോഴും മീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പിട്ട് തേച്ച് ഉരച്ച് കഴുകണം. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും, ഒരു ഉളുമ്പ് സ്മെല്ലുണ്ടാവും മീൻ. അതങ്ങോട്ട് പോയി കിട്ടും. ഉപ്പിട്ട് തേച്ച് കഴുകി വെച്ച് കഴിഞ്ഞാൽ ആ സ്മെല്ല് അങ്ങോട്ട് പോയി കിട്ടും. ഇല്ലെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം പാത്രത്തിലിട്ടിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ചുറ്റി കഴുകിയെടുക്കുക. അപ്പോൾ അതിൽ നിന്നൊരു ഞോള വെള്ളം പോലെയൊക്കെ വരും. അതൊക്കെ പോയി കഴിയുമ്പോൾ മീൻ നല്ല ഫ്രഷ് ആവും. ഇതിപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി വെച്ചിരിക്കുകയാണ്. 1 കിലോ മീനാണുള്ളത്. ഏകദേശം ഒരു 5 മീനുണ്ട്. ഇതിലാവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 സവാള, കുറച്ച് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ കാശ്മീരി മുളക് എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് 2 ടീസ്പൂണ്, മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. പിന്നെ നമ്മൾ കുടംപുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 2 കുടംപുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാൽ ഒഴിച്ചാണ് നമ്മൾ കറി വയ്ക്കുന്നത്. ഇത് തേങ്ങ തിരുമ്മി പാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് 1-ാം പാല്, ഇത് 2-ാം പാല്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ഈ സാധനങ്ങൾ എല്ലാം ഇവിടെ റെഡിയാണ്. നമുക്ക് അടുത്തത് കുക്ക് ചെയ്യാം. പിന്നെ ഞാനിവിടെ പാലിന് കുറച്ച് തേങ്ങയ്ക്ക് കൊഴുപ്പ് കുറവായിരുന്നു. തേങ്ങ അരച്ച് പാൽ പിഴിഞ്ഞപ്പോൾ പാലിന് കൊഴുപ്പ് കുറവാണ്. ഞാൻ അതുകൊണ്ട് കുറച്ച് തേങ്ങാപ്പാലിൻ്റെ പൗഡർ വാങ്ങിച്ചു. അത് കുറച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് നല്ല കൊഴുപ്പ് കിട്ടും. വാങ്ങിച്ചിരിക്കുന്നത് ഇതാ മിൽക്ക് പൗഡർ. ഇതാ വാങ്ങിച്ചത്. ഒരു 100 ഗ്രാം വാങ്ങിച്ചു. 100 ഗ്രാം ഇല്ല, 50 ഗ്രാം ഉള്ളൂ, 50 ഗ്രാം. ഇത് നമുക്കൊരു വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങാപ്പാലിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ചട്ടി ഇതാ അടപ്പത്ത് വെച്ചിട്ടുണ്ട്, ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളക്, ഇഞ്ചി ഇത് രണ്ടും ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇത് രണ്ടും ഇട്ട് കൊടുത്തു. അതൊന്ന് വാടി വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇഞ്ചി പച്ചമുളക് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർക്കാം. സവാള ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ സവാള ഒന്ന് വേഗം കുക്കായി കിട്ടും. കുറച്ചിടാം, ബാക്കി നമുക്ക് മീൻ കറി റെഡിയാകാൻ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും സവാളയും മൂത്തയും ഒരു സ്മെല്ല് വരും. അത് വരാൻ തുടങ്ങി. ഇതൊന്ന് സവാള വഴണ്ട് വരുന്നവരെ ഇളക്കണം. ബാക്കി പൊടികളെല്ലാം ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞു. ഇപ്പോൾ എണ്ണ ഇതാ മേലേക്ക് തെളിഞ്ഞു വരുന്നുണ്ട. എണ്ണ ഇങ്ങനെ മേലേക്ക് വരുന്നുണ്ട. ഈ പരിവായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളീൻ്റെ ചാറ് ഒഴിക്കണില്ല. നമ്മൾ പുളി വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ കറയൊക്കെ പോയി. ഇത് തേങ്ങാപ്പാലിൽ കിടന്ന് വേവാനുള്ളതാണ്. അതിൻ്റെ പേരിൽ നമ്മൾ കഴുകി വെച്ച കുടംപുളീൻ്റെ കഷ്ണം ഇതിലേക്ക് ചേർക്കണം. ഏകദേശം 2 പുളിയുടെ അളവുണ്ടത് കുടംപുളി. അത് എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം. ഓക്കെ, ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ കറിയുടെ കളർ വന്നിട്ട് ബ്ലാക്കായി പോകും. നമ്മൾ ഈ മുളക് കറി വെക്കുമ്പോൾ ഓക്കെ, നമ്മൾ ഈ കുടംപുളീൻ്റെ ചാറ് ഒഴിച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. കാരണം മുളകിട്ട കറി ചുവപ്പ് കളറായിക്കുള്ള കറി. അതിൻ്റെ കൂടെ ആ കളറ് ഈ കറുത്ത കളർ ചേർന്നാൽ അറിയില്ല. പക്ഷെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വയ്ക്കുന്നത് അത്രയും കറുത്ത കളറാവാൻ പാടില്ല. ഒരു മഞ്ഞ കലർന്ന കളറായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ പുളി കഴുകി അതിൻ്റെ കളറെല്ലാം പോയതിന് ശേഷം പുളി മാത്രമാണ് ഇതിൽ ചേർത്തേക്കണത്.
ഇപ്പോൾ നമുക്ക് ഒന്നാം പാലല്ല, സോറി, രണ്ടാം പാല് ചേർക്കാം. രണ്ടാം പാല് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഒഴിച്ചു. കുറച്ച് തീ കൂട്ടിയിടാം. ഇനി ഇതൊരു 2 മിനിറ്റ് തിളച്ചതിന് ശേഷം അടച്ചു വയ്ക്കാം. തിള വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. കറി ഇതാ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പുളി ഇട്ടതിന് ശേഷം രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാം പാൽ ഒഴിച്ച് തിളച്ചു. ഇപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീൻ ചേർക്കാം. മീനിൻ്റെ മുട്ടയുണ്ട് കുറച്ച്, മീൻ കുറച്ച് മുട്ടയുണ്ടായിരുന്നു, അത് ഇതിൽ ചേർക്കാം. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർക്കണം. എന്താ നോക്ക്, മീൻ ഫ്രഷ് മീനാണ്. ഓക്കെ, നമ്മൾ മീൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഓക്കെ, ചട്ടി നിറച്ചായി. പാത്രം കുറച്ച് ചെറുതായോ എന്നൊരു സംശയം. കുഴപ്പമില്ല. ഇത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കയ്യിലുകൊണ്ട് ഇട്ട് ഇളക്കരുത്. വെന്ത് കഴിഞ്ഞിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. ഇപ്പം തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സംഭവം മൂടി വെച്ചങ്ങോട്ട് വേവിച്ചാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. സവാളയൊക്കെ എടുത്ത് മേലേക്ക് ഇടാം. എന്നിട്ട് മീൻ മുങ്ങുന്ന പോലെ ആക്കിയിടാം. ഓക്കെ, ഇതിങ്ങനെ നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവേണ്ട വരും. 10 മിനിറ്റ് 7 മിനിറ്റ് എന്തായാലും മതി. ഓക്കെ, മൂടി വയ്ക്കാം. ഇനി നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാല് ചേർക്കാനുണ്ട്. അത് ഇത് വെന്തതിന് ശേഷം ചേർക്കാം. ഇത് നമ്മുടെ ഒന്നാം പാല് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇത് ആ കോക്കനട്ട് മിൽക്ക് പൗഡർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതാണ്. ആ തേങ്ങാപ്പാലിൽ കട്ടി കുറവായിരുന്നേ, പാല് കുറച്ച് കട്ടി കുറവാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഈ പൗഡർ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതൊഴിച്ചിട്ട് ലാസ്റ്റ് ആ മീൻ കറി റെഡിയായി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇത് ഒഴിച്ചെടുത്തിട്ട് പിന്നെ മീൻ തിളയ്ക്കാൻ പാടില്ല. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ മീൻ അധികം നേരം തിളയ്ക്കരുത്. തിളയ്ക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. എന്താ ഇപ്പം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞു. കറി തിളച്ചു. ഗ്യാസ് ഓഫ് ചെയ്യുക. സംഭവം റെഡി. ഇതാണ് സംഭവം. നമ്മൾ പറഞ്ഞ മീൻകറി റെഡി. അടിപൊളി. ചാറെല്ലാം തിക്കായി. ഓക്കെ, അത് ഞാൻ ഇളക്കുന്നില്ല. ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോവും. ഇതാ. ഓക്കെ, ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ സൂപ്പർ കോമ്പിനേഷൻ. നല്ല കുത്തരി ചോറും നാടൻ പ്രായൽ കറിയും. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റിൽ അഭിപ്രായം പറയുക. താങ്ക് യു.